എല്ലാവർക്കും നമസ്കാരം. ടോക്ക് വിത്ത് മിജു പി സിയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റാണ്. അതായത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പക്ഷേ ഏത് രീതിയിലും നമ്മൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഫിറ്റ്നസ് ഇൻ ദ സെൻസ് ഫിറ്റ് ആയിരിക്കുന്ന ഒരാൾ ഹെൽത്തി ആയിരിക്കണം എന്നില്ല, ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ബോഡി ഫിറ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ മെത്തേഡ് ഓഫ് വർക്കൗട്ടിങ് ഇതൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇന്ന് അതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് മിസ്റ്റർ അജിത് കുമാർ. അദ്ദേഹം 25 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പേഴ്സണൽ ട്രെയിനറായിട്ട് ഏകദേശം 25 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഈ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തുണ്ട്. 2003 അദ്ദേഹത്തിൻ്റെ കരിയർ ആസ് എ ജിം ട്രെയിനർ പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് അദ്ദേഹം ആരംഭിക്കുന്നത്. ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു ക്ലബിലൂടെ നമുക്ക് ഏവർക്കും അറിയാം. നമ്മളെന്ന് പറയുന്ന സിനിമ 2003 അതിൽ ജിഷ്ണു ആൻഡ് സിദ്ധാർത്ഥ് ഇവരെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം 2013 അദ്ദേഹം UAE ഷിഫ്റ്റ് ആവുകയും അവിടെ ഷെയ്ഖ് മുഹമ്മദ് മസ്റോയുടെ പേഴ്സണൽ ട്രെയിനറായിരുന്നു. 2025 വരെ അദ്ദേഹം UAE പേഴ്സണൽ ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. കറൻ്റ്ലി അദ്ദേഹം ട്രിവാൻഡ്രത്ത് പേഴ്സണൽ ട്രെയിനറായിട്ട് ഒരുപാട് പേരെ, സെലിബ്രിറ്റീസും സാധാരണക്കാരെയും എല്ലാം ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ അജിത് കുമാർ, അദ്ദേഹത്തെ നമുക്ക് നമ്മളുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. താങ്ക്ഫുൾ ഉണ്ട് എന്നെ ഇവിടെ വിളിക്കാനും ഇങ്ങനത്തെ ഒരു വേദി എനിക്ക് സംസാരിക്കാനും ഒരുക്കി തന്ന മിജോയ്ക്ക്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് താങ്ക്സ്. എന്താണ് മിജോയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫ് കോഴ്സ് KV പഠിച്ചിരുന്നത്. അതെ. അപ്പോൾ KV പഠിച്ചിരുന്ന സമയത്ത് തന്നെ സ്പോർട്സിലെല്ലാത്തിലും വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ സ്പോർട്സിൽ ആക്റ്റീവ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സസൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്പോർട്സിലേക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെയാണോ വന്നത്? അത് ഏതൊക്കെ മേഖലകളായിരുന്നു അജിത്ത് പെർഫോം ചെയ്തിരുന്നത്? ആക്ച്വലി ഞാൻ കെ വി പാങ്ങോട് എന്ന് വെച്ചാൽ കേന്ദ്രീയ വിദ്യാലയം പാങ്ങോട് സ്ഥലം ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്. ഫസ്റ്റ് തൊട്ട് എൻ്റെ +2 വരെ ഞാൻ അവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം സ്പോർട്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടേ സ്കൂളിൽ സ്പോർട്സ് ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് അന്ന് അവിടെ സ്പോർട്സിൻ്റെ എല്ലാം വളരെ എല്ലാം ഒരു സൗകര്യവും കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടങ്ങളിൽ കൂടിയാണ് ഞാൻ സ്പോർട്സ് ചെയ്തത്. ആ സമയത്ത് ഞാൻ പിന്നെ അതൊന്ന് അപ്ഗ്രേഡായി വന്ന സമയത്ത് ആക്ച്വലി എൻ്റെ ഒരു 8th or 9th ഗ്രേഡ് ആ ടൈം തൊട്ട് ഞാൻ സ്പോർട്സിന് കുറച്ച് റണ്ണിങ് ആയാലും ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ഞാൻ KVയിൽ 2 നാഷണൽസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രിപ്പിൾ ജമ്പ് നാഷണൽസ് ഉണ്ട്, പിന്നെ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെൻറ്റ് നാഷണലും SGFI സെലക്ഷനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആണ് എൻ്റെ കരിയർ ഞാൻ സ്പോർട്സിലേക്ക് സ്കൂൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 നാഷണൽ സ്കൂൾസിൻ്റെ ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഫർദർ അങ്ങോട്ട് പോയത്. ഓക്കെ. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ആം റെസ്ലിങ്ങിലൊക്കെ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് എ ഹോബി താങ്കൾ ഡ്രാഗൺ ബോട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗെയിം, അതിൽ ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. അതെ, ഞാൻ അത് കഴിഞ്ഞപ്പം ഞാൻ 2001 ടൈമിൽ ഞാൻ ട്രിവാൻഡ്രത്ത് അന്ന് സീറ്റഡ് ആം റെസ്ലിംഗ് ആയിരുന്നു. അതിലൊരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിമ്മിലേക്ക് പോയി തുടങ്ങി. 2001 ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. ജിമ്മ് വർക്കൗട്ട്, അന്ന് നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല, നമ്മൾ സീനിയേഴ്സ് എന്താ പറയുന്നത് ചെയ്യാന്നായിരുന്നു അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നത്. 2001 ജിമ്മ് തുടങ്ങിയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജിം
ആ ഒരു പീരീഡിൽ ആണ് ഈ ഒരു ഇതൊരു കരിയറായിട്ട് എടുക്കാനുള്ള ഒരു റീസൺ. അതായത് നമുക്കറിയാം ഒരു 25 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ 25 വർഷം പിറകിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ജിം ക്ലബ്സ് തന്നെ ഇല്ല. ഇപ്പോൾ സിറ്റീസിലൊക്കെ 1-2 ഉള്ളതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജിമ്മ് ഒരു പേഴ്സണൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഇതൊരു കരിയറായിട്ട് എടുക്കാമെന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? ആക്ച്വലി ഞാൻ 99 പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ 2000 കോളേജിൽ ചേർന്ന സമയത്ത് എനിക്ക് അതിനു മുമ്പേ LNCP ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടം ട്രിവാൻഡ്രത്ത് എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നു എൻ്റെ ആ +2ൻ്റെ എൻ്റെ ഇവൻറ്റ് 4x100 മീറ്റേഴ്സ് റിലേ കണ്ടിട്ട് ആ സമയത്ത് തന്നെ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കുകയും ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇൻവൈറ്റും ചെയ്തു. പക്ഷേ അന്നത്തെ സാഹചര്യം കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല. എന്നിട്ട് ഞാൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്ന എനിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് സ്കൂൾസ് കഴിഞ്ഞ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഒരു ജിമ്മിലോട്ട് പോയി കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണം മസിൽ എന്ന് ഉള്ള അതുമാത്രമല്ല സ്കൂൾസിൽ വെച്ചായിരുന്നതിനും എനിക്ക് സെൻഡ് ഓഫ് പാർട്ടി +2 ഇത് കഴിഞ്ഞ സമയത്ത് അവർ ബെസ്റ്റ് ഫിസിക് എന്നുള്ള ഒരു അവാർഡ് എനിക്ക് ജൂനിയർ നമ്മളെ തൊട്ട് താഴത്തെ ഗ്രേഡ് തന്ന സമയത്ത് എനിക്ക് അതിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുകയും അങ്ങനെ ജിമ്മിൽ പോകണമെന്നൊരാഗ്രഹം തോന്നിയാണ് ഞാൻ ജിമ്മിലോട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി 2000 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2000 സ്റ്റാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെറുതായിട്ട് ചെയ്തെല്ലാം വന്ന് 2001 2001-2 ഞാൻ മിസ്റ്റർ കേരള ജൂനിയർ മിസ്റ്റർ കേരള 3rd സ്ഥാനം കണ്ണൂർ ചക്കരക്കല്ലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2003 ഇതൊരു കരിയറായിട്ട് തുടങ്ങിയിരിക്കുന്നത്. 2003 ആക്ച്വലി ഇതൊരു കരിയറായിട്ടല്ല, ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം പാർട്ടായിട്ടെന്നുള്ള ഇതിലാണ് ഞാൻ ടൈറ്റൻ ജിം കൗടിയാർ നർമ്മദ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എന്നൊരു ടൈറ്റൻ ജിം ഒരു ബിജു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അന്നത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തി. പുള്ളി എന്നെ അവിടെ ട്രെയിനിങ്ങിന് ട്രെയിനറായിട്ട് എനിക്കൊരു ഓഫർ തന്നു. അന്ന് സിദ്ധാർത്ഥും നമ്മളുള്ള ജിഷ്ണുവും കൂടെ അവിടെ ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പം അവരായിട്ട് ഫ്രണ്ട്ഷിപ്പായി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അതും എനിക്കൊരു എൻ്റർടൈനായിരുന്നു. ഞാൻ ആസ് എൻ അത്ലറ്റ് ഞാൻ കുറച്ച് എനർജറ്റിക് ആയിരുന്നു. അപ്പം അവരെ ട്രെയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കരിയർ. അതെ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ താജിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ താജിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എപ്പോഴും വരുന്നവരെ VIPs ആയിട്ടുള്ള ആളുകളായിരിക്കും. അതിൽ സെലിബ്രിറ്റീസ് ഉണ്ടാവും, ബിസിനസ് ടൈക്കൂൺസ് ഉണ്ടായിരിക്കും, പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ അവിടെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടുത്തെ ട്രെയിനേഴ്സ് ആയിരിക്കും. അപ്പോൾ ജിമ്മിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചതിൽ അതിൽ ഓർമ്മകളുള്ള കുറച്ച് പേര് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ താജിലൊരു എക്സ്പീരിയൻസസ് എങ്ങനെയായിരുന്നു? നമ്മളെ സെലിബ്രിറ്റീസ് ആണല്ലോ കൂടുതലും വരിക. അപ്പോൾ അവരുടെ അടുത്തൊരു ഇൻട്രാക്ഷൻ വരും. ഓഫ് കോഴ്സ് അവരുടെ അടുത്തൊരു ഇൻട്രാക്ഷൻ വരും. അപ്പോൾ ആ ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് അതിൽ ഒരു കുറച്ച് സെലിബ്രിറ്റീസും അവരുടെ ഒരു എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി എന്നെ പോലെ തന്നെ എൻ്റെ ഒരു 1.5 ഇയർ വ്യത്യാസത്തിൽ എനിക്കൊരു ബ്രദറുണ്ട്, രജിത്ത് എന്ന് പറഞ്ഞത്. രജിത്തായിരുന്നു ഫസ്റ്റ് താജിൽ ഫിറ്റ്നസ് ട്രെയിനറായത്. രജിത്തും വേറൊരാളും ഉണ്ടായിരുന്നു. അവിടുന്ന് പിരിഞ്ഞു പോവുകയും പുള്ളി എനിക്കൊരു ഇൻ്റർവ്യൂ ഓഫറോ എനിക്ക് തരുകയും ചെയ്തു. അങ്ങനെ ഞാൻ താജിലോട്ട് കയറുന്നത്. താജിൽ ഒബ്വിയസ്ലി ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പം അവിടെ നമ്മളെ ലുലുവിൻ്റെ യൂസഫ് അലി സാർ വരുമായിരുന്നു. സാറ് വരുമ്പോൾ എല്ലാം നമ്മളൊക്കെ എക്സ്ട്രാ എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ വീട്ടിലാണെങ്കിൽ പോലും വിളിക്കും, സ്ട്രെച്ചിങ്ങും ട്രെയിനിങ്ങും ചെയ്യിപ്പിക്കുമായിരുന്നു. പോകുന്ന സമയത്ത് പുള്ളി എനിക്ക് ടിപ്പും തരുമായിരുന്നു. അങ്ങനെ ഒരു ഇതിലാണ് യൂസഫ് അലി സാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശില്പ ഷെട്ടി, ജയപ്രദ രണ്ടുപേരും വരുന്ന സമയത്ത് ശില്പ ഷെട്ടി ജിമ്മിൽ വന്ന് ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പം അന്ന് ശില്പ ഷെട്ടിയെ ട്രെയിൻ ചെയ്യുമ്പോൾ ശില്പ ഷെട്ടി ഒരു അപ്രിസിയേഷൻ തന്നു, യു ലുക്ക് ടു ഫിറ്റ് എന്ന് പറഞ്ഞപ്പം അതും നമുക്കൊരു അപ്രിസിയേഷനാണ്. അന്ന് സോഷ്യൽ മീഡിയ വലുതായിട്ടില്ല. അപ്പം എനിക്കിതൊക്കെയാണ് എൻ്റെ കോംപ്ലിമെൻ്റ്. അതെനിക്കൊരു വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റഹ്മാൻ റസീൻ മലയാളം മൂവി ആക്ടർ 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എപ്പോൾ വന്നിരുന്നാലും ഞാൻ പുള്ളിയോടൊപ്പം ട്രെയിൻ ചെയ്യാൻ കൂടെ നിൽക്കും. അങ്ങനെ നിലവാരം എമിറേറ്റ്സിൻ്റെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എല്ലാം ക്യാപ്റ്റൻസും ക്യാബിൻ ക്രൂസ് ലേഡീസ് ആയാലും ജെൻസ് ആയാലും എല്ലാവരും ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു അവിടെ. ബെസ്റ്റ് എംപ്ലോയിയും എനിക്ക് അന്നത്തെ മനോജ് മാത്യു എന്ന് പറഞ്ഞ അന്നത്തെ GM എനിക്ക് തന്നിട്ടുമുണ്ട്.
ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച് വന്ന ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ജിം എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് അത് വില്ലിംഗ് ആയിട്ട് വരുന്നുണ്ട് ജിമ്മിലെല്ലാം പോയി വർക്കൗട്ട് ചെയ്യാൻ, കാരണം ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്. ബട്ട് സ്റ്റിൽ കുറച്ച് ആളുകൾ ഇപ്പോഴും ഭയങ്കര ഷൈ ആണ് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും കുറച്ചധികം ആളുകൾ ഇൻട്രോവേർട്ടായിരിക്കും. എങ്കിൽ കൂടെയും അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് ഹോം വർക്കൗട്ട്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നാലും ഹെൽത്തി ആയിട്ട് ഇരിക്കണമല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് താല്പര്യം. അപ്പോൾ അത് ജിമ്മിൽ പോവാതെ തന്നെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് കുറച്ച് ഗ്രൗണ്ട് അല്ലെങ്കിൽ ലിഫ്റ്റ് എക്സസൈസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് എക്സസൈസ്, അല്ലെങ്കിൽ നമുക്ക് ഫുഡിൽ വരുത്തേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രൗണ്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാം. ആക്ച്വലി നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. ആ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ എന്ന് വെച്ചാൽ നമ്മളെ ട്രഡീഷണൽ ഫുഡ് വെച്ച് ഒരു നല്ലൊരു ന്യൂട്രീഷൻ പ്ലാൻ ഉണ്ടാക്കി അതിൽ നമുക്ക് എത്ര നമ്മളെ മാക്രോസ് കഴിക്കണം, എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം, എത്ര കാർബ്സ് കഴിച്ചാൽ മതി, എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യാമെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈവൻ നമുക്ക് കുറച്ച് പുഷപ്സ് ആയിരുന്നാലും, പുഷപ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് വാൾ പുഷപ്പ് ചെയ്യാം, അവർക്ക് അങ്ങനെ ഒരുപാട് ഹിപ്പ് ലിഫ്റ്റ് ചെയ്യാം, പിന്നെ ഹിപ്പ് ത്രസ്റ്റ് പോലെ ക്യാറ്റ് ആൻഡ് ഗോ, അങ്ങനെ ഒരുപാട് എക്സസൈസസ് നമുക്ക് വേണമെങ്കിൽ ആ എക്സസൈസുകൾ നമുക്ക് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവരെ കറക്റ്റ് ഫോമിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തുള്ളവർക്ക് അത് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു ജിമ്മിൽ പോകുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ അല്ലാതെ പോകാൻ പറ്റാത്തവർക്ക്, വീട്ടിൽ ടൈം ഇല്ലാത്തവർക്കും, അങ്ങനെ എക്സ്ക്യൂസസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ രീതിക്കെല്ലാം ചെയ്ത് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ വേറൊരു കാര്യങ്ങൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെ ഫിസിക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. പക്ഷേ ജിമ്മിൽ ഞാൻ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒരു മസിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നും, ആ വ്യക്തികൾ കൂടുതൽ നന്നായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തതെന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പലരുടെയും പല ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇപ്പോൾ ലീൻ ആയിട്ടുള്ള ആളുകളുണ്ട്, ചബ്ബി ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അത്ലറ്റിക് സ്പോർട്ട് ആയിട്ടുള്ള ബോഡി ടൈപ്പുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ടേം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡോമോഫ്, മെസോമോഫ് ആൻഡ് എക്ടോമോഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ബോഡി ഡിവൈഡ് ചെയ്ത് മൂന്ന് ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പലരുടെയും ഫിസിക്ക് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ജിമ്മിൽ വരുന്ന സമയത്ത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് വർക്കൗട്ട്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ചില ആളുകൾക്ക് ഒരു പറഞ്ഞ പോലെ, ഇപ്പോൾ എനിക്ക് ഈ ഡിഫറെൻറ്റ് പാറ്റേൺസ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫിസിക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു മൂഡ് സ്വിങ്ങിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഡൗൺ ആവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതല്ല, ഈ ജിമ്മിൽ വരുന്നവരെ നമ്മൾ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. അതെ, ആക്ച്വലി പറയുന്നത് വളരെ കറക്റ്റാണ്. മിജോ പറഞ്ഞ പോലെ ഒരു 3 ടൈപ്പ് ബോഡി ടൈപ്പുള്ള ആൾക്കാരാണ് ജിമ്മിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ചിലവർ മസ്കുലറായിരിക്കും, അല്ലെങ്കിൽ ചിലവർ കുറച്ച് ഫാറ്റി ആയിരിക്കും. അപ്പോൾ ഈ 3 ടൈപ്പ് ഈ വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. നമ്മൾ അടുത്തുള്ളവരെ നോക്കരുത്, അവരെയും കാട്ടി ബെറ്റർ ആവാൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഈഗോ പ്രശ്നങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ അവർ കോമ്പറ്റീറ്റർ ലെവലിൽ ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇപ്പം നമ്മളൊരു ഹെൽത്തിനെ കുറിച്ച് ഇത് ചെയ്ത് വരുമ്പം ജനറ്റിക്കലി ചിലവർക്ക് ഗിഫ്റ്റഡ് ആയിട്ട് മസ്കുലർ, ചിലവർ ലീനായിരിക്കും, നാരോ ആയിരിക്കും, ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാറ്റി ആയിരിക്കും, ചബ്ബി ആയിരിക്കും, മിജോ പറഞ്ഞ പോലെ. അപ്പം അവർക്ക് അതിനായിട്ടുള്ള ഡയറ്റുകൾ നമുക്ക് ഇൻടേക്ക് ചെയ്യേണ്ട കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ നമ്മളൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, ഗോഡ് ഗിഫ്റ്റാണ്. നമുക്ക് അവരൊപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും മാത്രം ഡയറ്റിലും വർക്കൗട്ടിലും പ്ലാൻ നല്ലതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ പോലെ ഒരു ഡീസൻറ്റ് ഫിസിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ജിമ്മുകളിലും പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 6,000, 8,000, 10,000 ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്മളുടെ ജിമ്മിൻ്റെ ഒരു ഇപ്പോൾ ലക്ഷറി ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കോസ്റ്റ് കൂടും. അപ്പോൾ ഈ റേറ്റ് 6,000 to 10,000 എന്നുള്ള ഈ റേറ്റ് ഇങ്ങനെ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു 6,000 റുപ്പീസ് ജിമ്മിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് അത്ര അഫോർഡബിൾ ആയിക്കൊള്ളണം എന്നില്ല.
അപ്പോൾ അവർക്ക് ആക്ച്വലി ഈ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇൻ ദ സെൻസ് ഈ ഫിനാൻഷ്യൽ മാറ്ററാണ് ഒരു കാര്യമുള്ളത്. ഇനി നമ്മളിപ്പോൾ പേഴ്സണൽ ട്രെയിനർ എടുക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുക? ആക്ച്വലി നമ്മൾ ഏതൊരു ജിമ്മിൽ പോയാലും ഒരു ജിമ്മിൽ എപ്പോഴും അവർ പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ പോലും ഒരു ബേസിക് ട്രെയിനിങ് എല്ലാ ട്രെയിനേഴ്സും അല്ലെങ്കിൽ അതിനായിട്ട് ഒരു ട്രെയിനറിനെ ജിമ്മിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാര്യം അവർ പറഞ്ഞു കൊടുക്കാനായിട്ട് ബേസിക് തിങ് നമുക്കിപ്പം അഫോർഡ് ചെയ്യാൻ പറ്റില്ല പേഴ്സണൽ ട്രെയിനർ എന്നുണ്ടെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് വരും. അവർ പറഞ്ഞു തരും, നമ്മളത് കറക്റ്റ് ഫോമിൽ ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മളൊരു പേഴ്സണൽ ട്രെയിനറിനെ ഹയർ ചെയ്യുമ്പം അത് ഒബ്വിയസ്ലി അതൊരു ഡിഫറെൻറ്റ് തിങ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മോണിറ്റർ ചെയ്യും, നമ്മളെ ബോഡി അനാലിസിസ് ചെയ്യും, നിങ്ങളെ BMI BMR PBF പോലത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് അതിലുള്ള മാറ്റങ്ങളെല്ലാം 15 days to അല്ലെങ്കിൽ 1 month അതെടുത്ത് അത് വന്നിട്ട് അവർ മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കഴിച്ചു. ആക്ച്വലി എല്ലാ ട്രെയിനേഴ്സും ഇപ്പോൾ ട്രെയിൻഡാണ്, അവരെല്ലാവരും സർട്ടിഫൈഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നോളജും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാലത്ത് തുടങ്ങിയ കാലം പോലെ അല്ല, ഇപ്പോൾ എല്ലാ ന്യൂ ജനറേഷൻസിനും നല്ല നോളജുണ്ട് എല്ലാവർക്കും, ഒട്ടുമുക്കാലും. അപ്പോൾ ആ നോളജ് വെച്ച് അവർ നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്ത് ഇഞ്ചുറി ഇല്ലാതെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് അവർ മോണിറ്റർ ചെയ്യും. ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാർക്ക് ജിമ്മിൽ പോയി ചെയ്തേ പറ്റും. അപ്പോൾ അവർ കുറച്ച് സേഫ്റ്റി മോഡ് എടുത്ത് അവരെ ജനറൽ ട്രെയിനർ പറയുന്ന ട്രെയിനിങ് ഫോക്കസ് ചെയ്തും വേണമെങ്കിൽ എഴുതിയെടുത്തും. ഇപ്പോൾ അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പേഴ്സണൽ ട്രെയിനിങ് ഉള്ള ജിമ്മുകളിൽ ഇപ്പോഴും നോർമൽ ജിമ്മുകൾ ഇപ്പോഴും പേഴ്സണൽ ട്രെയിനിങ് ഇല്ലാത്ത വളരെ കുറച്ച് ജിമ്മുകൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ പേഴ്സണൽ ട്രെയിനിങ് ഉള്ള ജിമ്മുകളെ സംബന്ധിച്ച് നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സണൽ ട്രെയിനർ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ സർവീസ്, അതായത് ഈ കോമൺ അല്ലെങ്കിൽ ജനറൽ ട്രെയിനർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഈ ജനറൽ ട്രെയിനറിന് നമുക്ക് പ്രോപ്പറായിട്ടൊരു സർവീസ് കിട്ടൂ എന്നുള്ളത് പലപ്പോഴും കിട്ടുന്നില്ല, അതൊരു പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രോപ്പർ ട്രെയിനിങ് നമുക്ക് കിട്ടൂ. അതായത് ഇപ്പോൾ അവരിപ്പോൾ നമ്മുടെ കൂടെ നിന്ന് വർക്കൗട്ടും കാര്യങ്ങളൊന്നും കാണിച്ചു തരില്ലെങ്കിലും ഒരു ജനറൽ ട്രെയിനർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ ഒരു വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരേ, അതിന് പോലും ബില്ലിംഗ് അല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് കമൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർക്കത് ജിം ഓണേഴ്സായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതൊന്ന് ഒരിക്കലും ജിം ഓണേഴ്സ് അത് കേൾക്കാതെ വിടത്തില്ല. കാര്യം അവരെ ട്രെയിനറിനെ വിളിച്ച് അവർ പറയും, ട്രെയിനർ വീണ്ടും ഫോക്കസ് ചെയ്യും. പക്ഷേ പേഴ്സണൽ ട്രെയിനിങ് എല്ലാവരും അതവരുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്. അപ്പം അവരെപ്പോഴും പേഴ്സണൽ ട്രെയിനിങ്ങിന് ക്ലയൻസിനെ മാത്രമേ അവർ പ്രിഫർ ചെയ്യൂ. പിന്നെ ചില ട്രെയിനേഴ്സിന് ആ സമയത്ത് ബിസി ആയിരിക്കും അവരെ ക്ലയൻ്റായിട്ട്. ഇപ്പോൾ ജനറൽ ക്ലയൻസിനെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ജനറൽ ക്ലയൻസിന് തോന്നും ആളെനിക്കൊന്നും പറഞ്ഞു തരില്ല. പക്ഷേ ഒരു ലിമിറ്റുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് എടുത്തു, ഇപ്പോൾ ഒരു 3 months അല്ലെങ്കിൽ 4 months എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ ഇനി പേഴ്സണൽ ട്രെയിനറുടെ ആവശ്യമില്ല, നമുക്കത് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ പിന്നെ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഈ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ, ഇതും പ്രീവിയസ് ആയിട്ടുള്ള ട്രെയിനറോ അല്ലെങ്കിൽ ജനറൽ ട്രെയിനേഴ്സിൻ്റെ ഒന്നും ഒരു സപ്പോർട്ടില്ലാത്ത രീതി ഉണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ജിം ഓണേഴ്സ് നോക്കേണ്ട ഒരു കാര്യമാണ്, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെ എങ്ങനെ കൊണ്ട് പോകണം എന്നുള്ളത്. എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യിക്കണമല്ലോ, അവർക്കും ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ആക്ച്വലി ശരിയാണ്. ഒരു 3 to 4 months കഴിയുമ്പം നമ്മളാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, നമുക്ക് ഇനി പേഴ്സണൽ ട്രെയിനിങ് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ വരുന്ന ഇഞ്ചുറീസ് ആയിരുന്നാലും അതിലുള്ള ഡ്രോബാക്ക് എല്ലാം ഫേസ് ചെയ്യുന്നത് കസ്റ്റമറായിരിക്കും. കാര്യം അവർ എടുത്ത ഡിസിഷനാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേഴ്സണൽ ട്രെയിനർ അല്ലെങ്കിൽ ജനറൽ ട്രെയിനർ തീരെ അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ, സ്പോട്ട് ചെയ്യാൻ അവർ പോവും. വിളിച്ചു കഴിഞ്ഞാൽ പോവും. പോവാതിരുന്ന് കഴിഞ്ഞാൽ ഓക്കെ ഓണറായിട്ട് സംസാരിച്ചാൽ അത് പോവാം. കാര്യം അതൊക്കെ ചെയ്തു തരും. എല്ലാ ട്രെയിനേഴ്സും അത് ചെയ്യും. നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങിന് അതായത് ഏറ്റവും ബെസ്റ്റ് പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെയാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫിസിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഫിസിക്കും ഈസ് ഡിഫറെൻറ്റ് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഈസ് യൂണിക് ഇൻ ദെയർ ഓൺ വേ.
അപ്പോൾ ആ ഫിസിക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട പ്രോട്ടീൻസും കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വർക്കൗട്ട്സ് എല്ലാം പ്ലാൻ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അത് അഫോർഡ് ചെയ്യട്ടെ. അതെ, അത് നമുക്ക് അതിൽ വേറെ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എപ്പോഴും പേഴ്സണൽ ട്രെയിനിങ്, ഇഫ് ദേ ടേക്ക് പേഴ്സണൽ ട്രെയിനിങ് ഇറ്റ് വിൽ ബി ബെറ്റർ ദാൻ വിതൗട്ട് പേഴ്സണൽ ട്രെയിനിങ്. ബട്ട് ചോയ്സ് ഈസ് കസ്റ്റമേഴ്സ്, വി കനോട്ട് സേ എനിത്തിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർക്ക് മൈൻഡ് ആൻഡ് വിൽ ആൻഡ് വിഷ് ഇതുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. ഇഞ്ചുറീസ് ആയിരുന്നാലും ആരും മോണിറ്റർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതെ, ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതൽ ടീനേജേഴ്സിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ നോക്കിയിട്ട് യൂട്യൂബിലൊരു കോമൺ ആയിട്ടാണ് കാര്യങ്ങൾ പറയുക അല്ലേ. ഇപ്പം എൻ്റെ യൂട്യൂബിൽ പറയുന്ന ഏതെങ്കിലും ഒരു വർക്കൗട്ട്സ് ചിലപ്പോൾ എൻ്റെ ബോഡിക്കോ അല്ലെങ്കിൽ എനിക്കോ ഫിറ്റ് ആവണമെന്നില്ല. അല്ലെങ്കിൽ അതൊരു ഒരു ഒരു നോർമൽ ഫിസിക്കായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പ്രശ്നമില്ല, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുള്ള ഒരാൾക്കാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അത് കണ്ടിട്ട് എല്ലാവരും അതുപോലെ വേണം, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ യൂട്യൂബ് നോക്കി വന്ന് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ ജനറൽ ട്രെയിനറും വേണ്ട, പേഴ്സണൽ ട്രെയിനറും വേണ്ട എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് ട്രെയിനിങ്സും ഉണ്ട്. ശരിയാണ്, അവർ വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നമുക്ക് യോജിച്ച ട്രെയിനിങ് ആണോ അതൊന്ന് അവർ തന്നെ ഓപ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. കാര്യം ഒരാൾ ഇന്ന വർക്കൗട്ട് ചെയ്യുന്നു, അത് ചെയ്തത് അതിൽ കറക്റ്റായിട്ട് എല്ലാത്തിനും അതിനായിട്ടുള്ള റിസ്ക് ഉണ്ട്. അവർക്ക് ചെയ്യാം, പക്ഷേ വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാം. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ടീനേജറാണ്, പഠിക്കുന്ന ഏജ്. അപ്പം അവർക്ക് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബ് വെച്ചിട്ട് അതിലൊരു പ്രോഗ്രാം എടുത്ത് അത് ചെയ്യണം. ടീനേജർ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ചെയ്യുന്നു. പക്ഷേ ആക്ച്വലി ഒരു ജനറൽ ട്രെയിനർ സജഷൻ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെ, ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വർക്കൗട്ട്സിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ജിമ്മിൽ വർക്കൗട്ട്സിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡിയോ വർക്കൗട്ട്സ് ഉണ്ട്, സ്ട്രെങ്ത് വർക്ക് ട്രെയിനിങ് ഉണ്ട്, വെയ്റ്റ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ജിമ്മിൽ വരുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഈവൻ 12 ഒക്കെ തൊട്ട് കുട്ടികൾ വരുന്നുണ്ട്. അവർ തൊട്ട് 50 ആൻഡ് അബവ് 60 ഒക്കെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ വ്യക്തികൾക്കും ഓരോ കൈൻഡ് ഓഫ് വർക്കൗട്ട്സ് ആണോ വേണ്ടത്? അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, മോർ ദാൻ 50 ആ റേഞ്ചിൽ വരുന്നവർക്ക്. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, ഒരു ഏജ് ബാർ വെച്ചിട്ട്? ഉണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏജ് കൂടുന്തോറും നമുക്ക് ഒരുപാട് പെയിൻസും ഇഞ്ചുറീസും വരും ലൈഫിൽ. അപ്പം ഈവൻ യങ്സ്റ്റേഴ്സിന് ചിലപ്പം കളിച്ച് ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ ട്രെയിനിങ് അല്ല, ഒരേ പ്രോഗ്രാം അല്ല, ഒരേ ഡയറ്റല്ല. കുറച്ചുകൂടെ യങ്ങായിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറ്റെല്ലാം കഴിച്ചിരുന്നാലും വേറെ പ്രശ്നമില്ല, നമ്മളെ മെറ്റബോളിക് റേറ്റെല്ലാം ഹൈ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് ഏജായി വരുമ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ച്, നമ്മൾ ന്യൂട്രീഷനിൽ വളരെ ശ്രദ്ധിച്ച് പോവുകയും പിന്നെ ട്രെയിനിങ് ആയിരുന്നാലും ട്രെയിനിങ് പീരിയഡ്സ്, ടൈം, ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ഇഞ്ചുറി സ്റ്റേജിലോട്ട് പോകും. ആ ടൈം പീരിയഡ് ഇപ്പം ഒരു യങ്സ്റ്റർ ചിലപ്പം ഒരു 2 to 3 hours വർക്കൗട്ട് ചെയ്യുന്നവരുമുണ്ട്. നല്ലതെന്നല്ല പറയുന്നത്, എന്നിരുന്നാലും അവർ ട്രെയിൻ ചെയ്യാൻ. കാര്യം അവർക്ക് അതിനുള്ള എനർജി ലെവൽ കൂടുതലായിരിക്കും. കുറച്ച് ഏജ് ആകുമ്പം അത് ഒരു 1.5 hours അല്ലെങ്കിൽ 45 minutes to 1 hour അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടി വരും. ടൈമും ജോബ് എല്ലാം നോക്കിയാണ് അവർ വരുന്നത് ഹെൽത്തിന് വേണ്ടി. അപ്പം അതിനായിട്ടുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്ത് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരാനും അതൊരു കൂടുതൽ ന്യൂ ജനറേഷൻസ് അതൊരു കരിയറായിട്ട് മാറ്റി അവരിപ്പോഴും അത് നല്ല രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്. മീൻസ് അവർ ഏൺ ചെയ്ത് അവരെ ഫാമിലി നോക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു കോൺസെപ്റ്റ് ഹെൽത്ത് ഇത്രയും ബൂസ്റ്റായി വന്ന ഈ ഒരു, എനിക്ക് തോന്നുന്നു 2019 ആഫ്റ്റർ കോവിഡ് ആണെന്ന് തോന്നുന്നു കൂടുതൽ. ഞാൻ ആ സമയത്തെല്ലാം ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും 2013 ദുബായിൽ വെച്ചാണ് ഈ പേഴ്സണൽ ട്രെയിനിങ് കോൺസെപ്റ്റ്. അന്ന് ഇവിടെ ഈ പേഴ്സണൽ ട്രെയിനിങ് കോൺസെപ്റ്റ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ അന്ന് 2013 അത് ഇപ്പോഴും ഞാൻ വന്നപ്പം പുള്ളിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ബിൽജിൻ തോമസ്. പുള്ളി ഇപ്പം സീരിയൽ ആർട്ടിസ്റ്റ് മൂവിയിലെല്ലാം ഉണ്ട്. അപ്പം പുള്ളിയെ അന്ന് 2013 പുള്ളിയെ ഞാൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺസെപ്റ്റ് ഞാൻ പിന്നെ കാണുന്നത് UAE ഈ പേഴ്സണൽ ട്രെയിനർ കോൺസെപ്റ്റാണ്. തിരിച്ചിവിടെ വന്നപ്പോൾ ഞാൻ നോക്കുമ്പം ഇത് ഭയങ്കര വൈഡായിട്ട് നമ്മളെ നാട്ടിൽ
എല്ലാവരും ഡെവലപ്ഡ് ആയി. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജിമ്മിലെന്ന് പറഞ്ഞാൽ ലേഡീസോ അല്ലെങ്കിൽ ഗേൾസോ ആരും വരാറില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ വന്ന സമയത്ത് ഞാൻ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലേഡീസും. അത് നല്ലൊരു കാര്യമാണ്. കാര്യം ലേഡീസ് വരുന്നതിനേക്കാളും എനിക്ക് ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത് ഈ ലേഡീസിൽ തന്നെ എബവ് 50 ആയിട്ടുള്ള ഒരുപാട് പേര് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ അവരുടെ അമ്മമാരെ എല്ലാം വന്നിട്ട് ഇപ്പം എൻ്റെ ജിമ്മിൽ ഒരു അമ്മയും മകനും വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരുമിച്ചാണ് വരിക. അപ്പോൾ അവർ വന്ന് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഏത് ഏജ് ഗ്രൂപ്പ് എന്നുള്ള ആ ബാറൊക്കെ മാറി. നമുക്ക് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ വെക്കാൻ വേണ്ടി മാത്രം ഒരു ജിമ്മിലേക്ക് പോകുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പം അതെല്ലാം മാറി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കൗട്ട്സ് ഉണ്ട്. ഓരോരുത്തരെ കണ്ട് ഓരോരുത്തരുടെ പർപ്പസ് മനസ്സിലാക്കിയിട്ടെല്ലാം നമുക്ക് വർക്കൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം എൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഹെവി അല്ലെങ്കിൽ വർക്കൗട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല. ബോഡി ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ഇപ്പം ഞാൻ 5 days in a week ആണ് എൻ്റെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വെയിറ്റ് ട്രെയിനിങ്ങിനെയാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത്. പക്ഷേ വീക്ക്ലി ഇതിൽ 1-2 ദിവസം വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ കൂടെ ഞാൻ ഈ നമ്മളുടെ ഈ കാർഡിയോ വർക്കൗട്ടും കൂടെ ചെയ്യുന്നുണ്ട്. കാരണം പ്രൊഫഷൻ വൈസ് നമ്മളൊരു ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എസ്പെഷ്യലി ബെല്ലി ഫാറ്റൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാർഡിയോ ചെയ്യണം നല്ലതാണെന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ട്, ഞാനും ഇതുപോലെ പേഴ്സണൽ ട്രെയിനിങ് വെച്ച് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ഫിസിക്ക് മനസ്സിലാക്കി ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസ് നമ്മുടെ ബോഡിക്ക് എന്താണോ പറ്റുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോഫാർ ഇത് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഈ എല്ലാവരും പറയും നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി, കാർഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഞാൻ. അതിൽ ഇത് എങ്ങനെയാണ് നമ്മൾ അതിനെ നമ്മൾ എല്ലാത്തിനും എല്ലാ ട്രെയിനിങ്ങിനും അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് പറഞ്ഞു, പിന്നെ കാർഡിയോ പറഞ്ഞു, ഒന്നിനും അല്ലെങ്കിൽ യോഗയുണ്ട്, പിലാറ്റസ് ഉണ്ട്, ബോഡി പമ്പ് ഉണ്ട്, ബോഡി കോമ്പാക്ട്, ഇങ്ങനത്തെ ഒരുപാട് ട്രെയിനിങ്സ്, സുംബ, ബോക്സ് ഫിറ്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ എല്ലാത്തിനും അതിനായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്കത് ഇപ്പോൾ ഈ ജിമ്മിൽ വരുന്നത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് നമുക്ക് മസ്റ്റായിട്ട് എബവ് 40 അല്ലെങ്കിൽ 40+ വളരെ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദിനചര്യ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഒരു ജോയിൻറ്റ് ഹെൽത്തിന് അല്ലെങ്കിൽ അവരെ മസിൽ പ്രിസർവ് ചെയ്യാൻ, കാര്യം അവരെ ഇതിലോട്ട് പോകും, മസിൽ ലോസിലോട്ട് പോകും. അപ്പം ആ ഒരു ഇതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലതായിരിക്കും. കാർഡിയോ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് പറഞ്ഞാൽ കാർഡിയോ ചെയ്യാതിരിക്കുന്നതല്ല, കാർഡിയോ അതിൻ്റെ ലിമിറ്റ് ആവശ്യത്തിന് ചെയ്താൽ മതി. അമിതമായി കിടന്ന ഒരു ലോങ് റണ്ണേഴ്സിനെല്ലാം പോലെ ഒത്തിരി കിടന്ന് ട്രെഡ്മില്ല് 1 hour 2 hours അങ്ങനെയൊക്കെ നടന്ന് ഒരു ജോയിൻറ്റ് ഹെൽത്ത് ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുക. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് എപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയാലും ഇതായാലും സ്ട്രെങ്ത് ട്രെയിനിങ്, വെയിറ്റ് ലിഫ്റ്റിംഗ് എന്തായാലും ചെയ്തിരിക്കണം. വെയിറ്റ് നമുക്ക് പറ്റുന്ന രീതിക്കുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിരിക്കണം. അതിനൊപ്പം കാർഡിയോ അതിൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യം എന്നാണ്. കാർഡിയോ മാത്രം ചെയ്താൽ ബെല്ലി ഫാറ്റ് പോവും, അല്ലെങ്കിൽ ക്ഷീണിച്ച് പോവും, മൊത്തത്തിൽ പോവും. മീൻസ് മസിലും ലോസ് ആവും, മസിൽ ലോസും ആവും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇത് വേർത്ത് പോകുന്നത് അല്ലെങ്കിൽ, പക്ഷേ അതല്ല. നമ്മളെപ്പോഴും വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നമ്മളെ മെറ്റബോളിസം ഹൈ ആയിരിക്കും. നമ്മൾ കഴിക്കുന്നതായാലും നമ്മളെ എല്ലാ കാര്യത്തിലും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം എപ്പോഴും വെയിറ്റ് ട്രെയിനിങ് അതിനായിട്ടുള്ള ഒരു റോൾ അത് ചെയ്യും. ഇപ്പോൾ വേറൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാർഡിയോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫാറ്റ് പോവുള്ളൂ, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത ഫാറ്റ് പോവില്ല. അതിൽ ഇപ്പോഴൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ ബോഡിയിൽ നമ്മൾ ഇപ്പം കാർഡിയോ തന്നെ ചെയ്യുമ്പം നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഫാറ്റ് ബേണിങ് ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഒരു ഹാർട്ട് റേറ്റ് ഉണ്ട്. ആ ഇതിൽ ചെയ്താൽ മാത്രമാണ് ആ ഫാറ്റ് ബേണിങ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മളൊരു ഒരേ സ്റ്റെബിലിറ്റിയിൽ നമ്മളൊരു 20-25 മിനിറ്റ്സ് ഒരു കാർഡിയോ ചെയ്ത സ്റ്റെയർ മാസ്റ്റർ ആയിരുന്നാലും ശരി, ക്രോസ് ട്രെയിനർ ആയാലും ശരി, ട്രെഡ്മില്ലായാലും ശരി, ആ ഒരു രീതിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലയൻസിന് ഞാൻ കൊടുക്കാറ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എനർജി ആദ്യം എനർജി ബോഡിയിലുള്ള എനർജി വെയിറ്റ് ട്രെയിനിങ്ങിന് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഞാനൊരു 15-20 മിനിറ്റ്സ് കാർഡിയോ അവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ചെയ്യുന്നവരോട് ചെയ്യാത്തവരുണ്ട്, അത് അവരെ ചോയ്സാണ്. പക്ഷേ ഞാൻ മസ്റ്റായിട്ടും 10-20 മിനിറ്റ്സ് ഞാൻ കാർഡിയോ
ചെയ്യിപ്പിക്കാറുണ്ട്. ശരി. സ്ട്രെച്ചിങ്ങും മൊബിലിറ്റി എല്ലാം അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് മാത്രം ചെയ്താൽ പോരാ, നമ്മളെ ജോയിൻറ്റ് മൊബിലിറ്റി ഞാൻ നോക്കുന്നില്ല. അതിലേക്ക് വരുന്നത് അടുത്ത ഇത് അതായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ വർക്കൗട്ട് ചെയ്ത് പോവും. ഇപ്പോൾ നമ്മൾ ലെഗിനൊക്കെ ലെഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വല്ലാത്തൊരു പേടി സ്വപ്നമാണ് ജിമ്മിലേക്ക് പോകുന്നത് ലെഗാണല്ലോ എന്നുള്ളത്. ഇപ്പം നമുക്കതിൻ്റെ കുറേ എന്താ പറയുക രസകരമായിട്ടുള്ള കുറേ വീഡിയോസും ലെഗ് ഡേയുടെ കുറേ വീഡിയോസൊക്കെ നമുക്ക് റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ലെഗ് ഡേയുടെ അന്ന് നമ്മൾ ഈ സ്ട്രെച്ചിങ് ഇപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക നേരെ വീട്ടിൽ പോകുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ സ്ട്രെച്ചിങ്ങിന് വർക്കൗട്ട്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വേണം. കാരണം അപ്പോൾ ഈ സ്ട്രെച്ചിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ആഫ്റ്റർ വർക്കൗട്ട്സ്? ആക്ച്വലി ബിഫോറിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് നമ്മൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ആഫ്റ്റർ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് കൊടുക്കാറുണ്ട്. നമ്മൾ സ്ട്രെച്ചിങ് ചെയ്താൽ മാത്രമേ നമ്മളെ മസിൽ ടൈറ്റായി, നമ്മൾ വർക്കൗട്ട് ചെയ്തു, നമ്മൾ മസിൽ സ്റ്റിഫായി, നമുക്ക് അതിനൊന്ന് റിലാക്സ് ചെയ്യണ്ടേ. ഞാൻ അതൊന്ന് ജസ്റ്റ് മസിലിനൊന്ന് റിലാക്സ് ചെയ്ത് വിടാൻ വേണ്ടി സ്ട്രെച്ചിങ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാര്യം ഇല്ലെങ്കിലാണ് മസിൽ ക്രാംസ്, അത് അങ്ങനത്തെ രീതി. കാര്യം നമ്മൾ സ്ക്വാട്ട് ചെയ്തു അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ലെഗ് വർക്കൗട്ട് ചെയ്തു, പെട്ടെന്ന് ലേറ്റായി പോയെന്ന് ഞങ്ങൾ പോകും. കുറേ കഴിയുമ്പോൾ നമ്മൾ ഓഫീസിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് മസിൽ ക്യാച്ച് വരുന്ന കാര്യം, ക്രാമ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യം. അപ്പോൾ നമ്മൾ സ്ട്രെച്ച് എല്ലാം ചെയ്ത് അതിൻ്റെ പ്രോപ്പർ വേയിൽ പോയി കഴിഞ്ഞാൽ ആ മസിൽ റിലാക്സ് ആവുകയും നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷനെല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും എല്ലാം നമ്മൾ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ആ ബോഡിയെ ഒരു ഹെൽത്തി വേയിൽ കൊണ്ടുപോകാൻ സാധിക്കുക.